കേരളത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് വളരെ വലിയ തോതിൽ കൊഴിഞ്ഞുപോക്കലുകൾ പല പാർട്ടികളിൽ നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിൽ തന്നെ ഇടതുപക്ഷത്തിൽ നിന്നും കൊഴിഞ്ഞുപോക്കുണ്ടാവുന്നു, അതോടൊപ്പം തന്നെ വലതുപക്ഷത്തിൽ നിന്നും കൊഴിഞ്ഞുപോക്കുണ്ടാവുന്നു, BJPയിൽ നിന്നും കൊഴിഞ്ഞുപോക്കുണ്ടാവുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഇടതുപക്ഷത്തിൽ നിന്നും മറ്റു പല പാർട്ടികളിൽ നിന്നും കൊഴിഞ്ഞു പോകുന്നതിനേക്കാട്ടിലും കൂടുതൽ കൊഴിഞ്ഞു പോകലുകൾ ഇടതുപക്ഷത്തിൽ നിന്നും സംഭവിക്കുന്നുണ്ട്. അതും ഒരു കൂട്ട കൊഴിഞ്ഞു പോക്കലുകൾ എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ട കാര്യമെന്ന് പറയുന്നത് നിരവധി പേരാണ് CPM വിട്ടുകൊണ്ട് BJP പാളയത്തിലേക്ക് ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നത്. അതിൽ തന്നെ ഏകദേശം 250 പേരോളം കോൺഗ്രസിൽ നിന്നും അതോടൊപ്പം തന്നെ CPMൽ നിന്നും നേതാക്കളും പ്രവർത്തകരുമടക്കം 250ഓളം പേർ ഒറ്റയടിക്ക് കൂട്ടമായി BJPയിൽ ചേർന്നിരിക്കുന്നു. ആലപ്പുഴയിൽ കായംകുളത്ത് എന്നുള്ളതാണ് ഇക്കഴിഞ്ഞ നാളുകളിൽ ഏറ്റവും കൂടുതൽ വലിയ തോതിലുള്ള കൊഴിഞ്ഞുപോക്കൽ ഉണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. അതായത് CPMൽ നിന്ന് മാത്രമായിട്ട് ഏകദേശം 219 പേരാണ് CPMൽ നിന്ന് മാത്രമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തിയിരിക്കുന്നത് കൂട്ടമായി. അതും നേതാക്കൾ പ്രവർത്തകർ ഉൾപ്പെടെ, പ്രമുഖ നേതാക്കൾ പ്രവർത്തകർ ഉൾപ്പെടെ 218ഓളം പേർ CPM വിട്ടുകൊണ്ട്, ഇടതുപക്ഷം വിട്ടുകൊണ്ട് മാത്രം BJPയിലേക്ക് കൂട്ടമായി എത്തിയിരിക്കുന്നു. അതിൽ തന്നെ ഏകദേശം 30ലധികം പേർ കോൺഗ്രസിൽ നിന്നും കൂട്ടമായിട്ട് BJP പാളയത്തിൽ എത്തിയിരിക്കുന്നു. ആലപ്പുഴയിൽ നിന്ന് മാത്രമായിട്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും. ഇത് തീർച്ചയായിട്ടും വലിയൊരു അട്ടിമറിയാണ്. പ്രത്യേകിച്ച് ആലപ്പുഴ പോലുള്ളൊരു സ്ഥലം ഇടതുപക്ഷത്തിന് അത്രത്തോളം ഒരു വേരോട്ടമുള്ള ഒരു സ്ഥലം, അതോടൊപ്പം തന്നെ സ്വാധീനമുള്ളൊരു സ്ഥലം. അതിൽ തന്നെ കായംകുളം എന്ന് പറയുന്ന സ്ഥലം തീർച്ചയായിട്ടും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സ്ഥലം, ഇടതുപക്ഷ MLA ഉള്ള ഒരു സ്ഥലം. അവിടെ നിന്ന് മാത്രമായി തന്നെ വലിയ തോതിലുള്ള ഒരു കൂട്ട കൊഴിഞ്ഞുപോക്കലുകൾ സംഭവിക്കുക എന്ന് പറയുന്നത് അത്രത്തോളം ചെറുതായി കാണേണ്ട ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും ഈ ഒരു കൂട്ട കൊഴിഞ്ഞുപോക്കലുകൾ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോഴായാലും അതിൻ്റെ റിസൾട്ട് വളരെയധികം വ്യക്തമാണ്. BJP അവിടെ നേട്ടമുണ്ടാക്കിയിട്ടുണ്ട് ആലപ്പുഴയിൽ പലയിടത്തും എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലായിരിക്കും ബാധിക്കാൻ പോകുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ പല തരത്തിലുമുള്ള പ്രതിസന്ധി ഘട്ടങ്ങൾ ഇടതുപക്ഷം നേരിടുന്നുണ്ട്. അതും അവരുടെ ഏറ്റവും വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ തന്നെ അടിപതർന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നുണ്ട് പലപ്പോഴായിട്ട്. ഈ ആലപ്പുഴ തന്നെ BJPക്ക് ഒട്ടും സ്വാധീനമില്ലാതിരുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടെ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി തന്നെയാണ് BJPക്ക് ഒരു A ക്ലാസ് മണ്ഡലമായി മാറുന്ന തരത്തിലോട്ട് ആലപ്പുഴ മാറിയത് തന്നെ. അതോടൊപ്പം തന്നെയാണ് ഈ ഒരു കൂട്ട കൊഴിഞ്ഞുപോക്കലുകൾ അതിനുശേഷം സംഭവിച്ചിരിക്കുന്നതും. നിരവധി പേര് ഇടതുപക്ഷത്തിൽ നിന്നും വലതുപക്ഷത്തിൽ നിന്നും മാത്രമായിട്ട് ആലപ്പുഴയിൽ BJPയിലേക്ക് ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നതും. ഇതൊക്കെ തന്നെ വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചടി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് BJP ഗുണകരമായി മാറുമോ, ദോഷകരമായി മാറുമോ, UDFന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മെച്ചമുണ്ടാക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ളത് കണ്ടറിയേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അത്ര ശുഭകരമായിട്ടുള്ളൊരു കാര്യമല്ല ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം പല മണ്ഡലങ്ങളിലും എന്നുള്ളത് 100% ഹൈലൈറ്റ് ആയിട്ട് സൂചിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യം ഉറപ്പാണ്.